ദേശീയ വിദ്യാഭ്യാസ നയവും പുതിയ ചട്ടക്കൂടും നിലവിൽ വരുന്നതോടുകൂടി അധ്യാപനത്തെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാടിലും അതുപോലെ ചിന്തകളിലും സമൂലമായ പരിവർത്തനം സംഭവിക്കുകയാണ്. കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി പെരുമാറുന്നതിനും വിവരസാങ്കേതിക വിദ്യയുടെ വികസനത്തെ ലക്ഷ്യമാക്കി അധ്യാപന നിലവാരം ചിട്ടപ്പെടുത്തുന്നതിനും ഉള്ള തീവ്രമായ പരിശ്രമങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ അധ്യാപന കലയുടെ നവീനമായ വശങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ബെൽ ബട്ടൺ അമർത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നിരന്തരമായ സാധനയിലൂടെയും തീവ്രമായ പരിശ്രമത്തിലൂടെയും ഉരുത്തിരിയുന്ന ഉത്തമമായ ഒരു കല തന്നെയാണ് അധ്യാപന കല. അധ്യാപന കലയുടെ തീവ്രമായ വശങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ടീച്ചർ എന്ന വാക്കിൻ്റെ ഫുൾ ഫോം തന്നെ പല അധ്യാപകർക്കും അറിയില്ല എന്നുള്ളതാണ് ഗൗരവമായ പ്രശ്നം. ആരാണ് അധ്യാപകൻ? ആരാണ് ടീച്ചർ? ടി ഫോർ തോട്ട്ഫുൾ. മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഘടകമാണ് ചിന്താപരമായ വെളിച്ചം. തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളിലേക്ക് ചിന്താപരമായ വെളിച്ചം പകർന്നു നൽകുവാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ അധ്യാപകൻ. എന്താണ് ചിന്താപരമായ വെളിച്ചം? കന്യാകുമാരിയിലെ മുനമ്പിൽ പത്രം വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന അബ്ദുൽ കലാം തൻ്റെ പ്രിയ ഗുരുനാഥനായ ശിവസുബ്രഹ്മണ്യരുടെ അരികിൽ വിദ്യ നേടുന്നതിനായി പോകുന്നു. ക്ലാസ്സുകളിൽ അദ്ദേഹം ബോട്ടിനെ പറ്റിയും വിമാനത്തെ പറ്റിയും ഒക്കെ സരസമായി സംഭാഷണം നടത്തുന്നു. തൻ്റെ എന്തുകൊണ്ടാണ് ബോട്ടിന് കൂർത്ത മുനയുള്ളത്, വിമാനത്തിന് എന്തുകൊണ്ടാണ് കൂർത്ത മുനയുള്ളത് എന്നൊക്കെ അധ്യാപകൻ ചോദിക്കുന്നു. കുട്ടികൾ സാഗൂതം അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അധ്യാപകൻ പറയുകയാണ്, ശക്തമായ നീരൊഴുക്കിനെ ഭേദിച്ച് ബോട്ടിനും കപ്പലിനുമൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മുന്നേറ്റം കൂർത്തിരിക്കണം. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഫ്രിക്ഷൻ, ആ ഗതിവേഗത്തെ പെനിട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൂർത്ത മുനമ്പ് ആവശ്യമാണ്. വിമാനത്തിനും ഇതുപോലെയാണ്. വായുവേഗത്തെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ വിമാനത്തിനും കൂർത്ത മുൻവശം ആവശ്യമാണ്. ആ സമയത്ത് ഉണ്ടക്കണ്ണുകളുമായി ശിഷ്യന്മാർ നോക്കിയിരുന്നു. ആ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്ന അബ്ദുൽ കലാമിൻ്റെ മനസ്സിൽ അന്ന് ശിവസുബ്രഹ്മണ്യർ ഗോറയിട്ട ഒരു ദർശനമുണ്ടായിരുന്നു. കൂർത്തുമൂർത്ത വസ്തുക്കൾക്ക് അന്തരീക്ഷത്തിലൂടെ അതിവേഗം കടന്നു പോകുവാനായിട്ട് സാധിക്കും. ആ ചിന്തയാണ് അദ്ദേഹത്തെ ISROയുടെ തലപ്പത്തുള്ള ശാസ്ത്രജ്ഞനാക്കി മാറ്റിയത്. ഇന്ത്യൻ ബഹിരാകാശ വിദ്യയുടെ പിതാവെന്ന നിലയിലേക്ക് ഉയരുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചത്, പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയായി മാറിയത് എല്ലാം ശിവസുബ്രഹ്മണ്യർ നടത്തിയ ആ ചിന്താപരമായ അധ്യാപനത്തിൻ്റെ ഫലമായിരുന്നു. അപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് ചിന്താപരമായ വെളിച്ചം കൊടുക്കുവാൻ കഴിവുള്ളവനായിരിക്കണം അധ്യാപകൻ. ഏതൊരു അധ്യാപകന് എഫിഷ്യൻ്റ് ആയിരിക്കണം. തൻ്റെ കുട്ടികളിൽ എഫിഷ്യൻസി ഉണ്ടാക്കുവാൻ, സ്വയം എഫിഷ്യൻ്റ് ആകുകയും തൻ്റെ കുട്ടികളിലേക്ക് എഫിഷ്യൻസി പകരുകയും ചെയ്യാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ അധ്യാപകൻ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ബേബി സാറിനെ ഓർത്തു പോവുകയാണ്. അദ്ദേഹം ഒരു ചെറിയ പയർ കിളിപ്പിച്ച് ഞങ്ങളുടെ പഴയ സ്കൂളിൻ്റെ ജനാലകൾക്കുള്ളിൽ അദ്ദേഹം കൊണ്ടുവച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജനാലയുടെ വശങ്ങളിലൂടെ പയറിൻ്റെ വള്ളി
വെളിയിലേക്ക് ചാടുന്നതായിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ചെറുപ്രായത്തിൽ അവിടെ ഒരു ദർശനമുണ്ടായി, ഫോട്ടോസിന്തസിസ്. അതിനെപ്പറ്റി പഠിപ്പിക്കുവാനായിട്ടുള്ള ഒരു ഉപാധിയായിരുന്നു അത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സൂര്യപ്രകാശത്തിലേക്ക് ചെടികൾ മാറാനായിട്ടുള്ള അതിൻ്റെ ടെൻഡൻസി, ചെടികൾക്ക് ജീവനുണ്ട് എന്നുള്ള ജെ.സി. ബോസിൻ്റെ കണ്ടെത്തലുകൾ, ഇവയെല്ലാം സമഗ്രമായി ആവിഷ്കരിക്കുവാനും കുട്ടിയുടെ മനസ്സിൽ കണ്ടെത്തലിൻ്റെതായ ഒരു ചിന്ത, ഒരു ശാസ്ത്രീയ ചിന്ത കൊടുക്കുവാനും ബേബി സാറിന് കഴിഞ്ഞു. അതാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പല വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാത്ത പിന്നോക്ക അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് ലഭിക്കുന്നില്ല. അവരിപ്പോഴും ക്ലാസ് മുറികളിൽ നേരെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ള പല വിദ്യാർത്ഥികളുമുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ നമ്മൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവൻ്റെ സ്വഭാവ രൂപീകരണം നടത്തുക, അവനിൽ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശ്വപ്രസിദ്ധനായ വിദ്യാഭ്യാസ ചിന്തകൻ ഗാഗ്നോവ്, അദ്ദേഹം നമ്മുടെ ബുദ്ധിക്ക് പല അളവുകൾ കൊടുക്കുന്നുണ്ട്. ടെക്നിക്കൽ ഇൻ്റലിജൻസ്, മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, സയൻറ്റിഫിക്കൽ ഇൻ്റലിജൻസ്, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ഭാഷാപരമായ, ഗണിതപരമായ, ശാസ്ത്രപരമായ, സാങ്കേതികപരമായ, സംഗീതപരമായ, അങ്ങനെ വ്യത്യസ്ത ബുദ്ധിയുടെ തലങ്ങളെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ആരും തന്നെ ഒഴിഞ്ഞ പാത്രമല്ല. ഒരധ്യാപകനും അങ്ങനെ ചിന്തിക്കുവാനും പാടില്ല. അവൻ്റെ ഉള്ളിൽ ഒന്നിൽ സംഗീതം കാണും, അല്ലെങ്കിൽ കല കാണും, അല്ലെങ്കിൽ സാങ്കേതികമായ മികവ് കാണും, അല്ലെങ്കിൽ ഗണിതശാസ്ത്രപരമായ ബുദ്ധി കാണും, അല്ലെങ്കിൽ ശാസ്ത്രപരമായ ബുദ്ധി കാണും. അത് സെക്കൻഡറി തലത്തിൽ തന്നെ കണ്ടറിഞ്ഞിട്ട് അവനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ആനയിക്കുക എന്നതിനുള്ള എഫിഷ്യൻസി ഓരോ അധ്യാപകർക്കും ഉണ്ടാകണം. അത് കുട്ടികളിലേക്ക് പകരുവാനും കഴിയണം. അതാണ് പുതിയ വിദ്യാഭ്യാസ ചട്ടക്കൂട് നമ്മളിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. അടുത്തത് ആക്യുറസി. ആക്യുറസി മീൻസ് കൃത്യത. താൻ ആവിഷ്കരിക്കുന്ന വിഷയങ്ങൾ യാതൊരു സംശയവും കൂടാതെ കുട്ടികൾക്കുള്ളിലേക്ക് പകരുവാനായിട്ട് അധ്യാപകന് സാധിക്കണം. 2 ഇരുമ്പ് കമ്പികൾ എടുക്കുക, അതിൽ ഒരു ഇരുമ്പ് കമ്പിയെ ഒരു ഹാമർ കൊണ്ട്, ചുറ്റിക കൊണ്ട് അടിക്കുക. അത് വൈബ്രേറ്റ് ചെയ്യുന്നു. അത് വൈബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതേ ആവൃത്തിയിലുള്ള, അതേ ഫ്രീക്വൻസിയിലുള്ള, അതേ വലിപ്പത്തിലുള്ള മറ്റൊരു ഇരുമ്പ് കമ്പി മെല്ലെ 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 ആ ചലിക്കുന്ന കമ്പിയുടെ അരികിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആ കമ്പി വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ടും ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള 2 കമ്പികളുമായിട്ട് ക്ലാസ്സുകളിലേക്ക് കടന്നു വരികയും അതുണ്ടാക്കുന്ന അനുനാദം, റെസൊനൻസ് കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ടും അധ്യാപകന് സാധിക്കും. വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു അധ്യാപന രീതിയായിട്ട് അത് മാറുകയും ചെയ്യും. അധ്യാപകൻ കൃത്യസമയത്ത് ക്ലാസ്സിൽ വരിക, സമയബന്ധിതമായിട്ട് ചാപ്റ്ററുകൾ പഠിപ്പിക്കുക. പല അധ്യാപകർക്ക് സംഭവിക്കുന്നത്, ആദ്യകാലങ്ങളിൽ അധ്യാപകർ ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ എടുക്കുവാനായിട്ട് അവർ മാസങ്ങളോളം എടുത്ത് അതിവിശാലമായ അവസ്ഥയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകും. അവസാന സമയം വരുമ്പോഴത്തേന് പാഠഭാഗങ്ങൾ തീരത്തില്ല. പാഠഭാഗങ്ങൾ തീരാതെ വരുമ്പോൾ കുട്ടിക്ക് ടെൻഷനാകും, അധ്യാപകർക്ക് ടെൻഷനാകും, പ്രിൻസിപ്പളിന് ടെൻഷനാകും. ഇത് കൃത്യതാപൂർണമായ ഒരു പെരുമാറ്റം ക്ലാസ് മുറികളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അധ്യാപകന് വളരെ കൃത്യതയോടുകൂടി വേണം അധ്യാപനം നടത്തുവാൻ. ടൈം ടേബിൾ ബനാക്കർ കാം കർണേ കി ആദത്ത് കെ കാരൺ ഡോക്ടർ വിശ്വേശ്വരയ്യ ഉന്നതി കരൂങ്ക എന്ന് പറയാറുണ്ട്. ഒരു കൃത്യമായ ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചതുകൊണ്ടുമാണ് ഡോക്ടർ വിശ്വേശ്വരയ്യ ഉന്നതങ്ങളിലേക്ക് നടന്നത്. പിന്നെ ഒരു അധ്യാപകന് വേണ്ട ഗുണം ഓണറബിൾ, ഓണസ്റ്റി. സ്വയം അധ്യാപകൻ ഒരു മാതൃകയായിരിക്കണം. അറിവിൻ്റെ അനന്തമായ വിഹായസിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് അധ്യാപകന് കഴിയണം. അതിനുവേണ്ടി അധ്യാപകൻ സ്വയം തയ്യാറെടുക്കണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ജീർണതയായിട്ട് ചൂണ്ടിക്കാണിക്കുവാനായിട്ടുള്ളത് സ്വയം പാകപ്പെടാത്ത അധ്യാപകനാണ്. ക്ലാസ് മുറികളിൽ താൻ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്, എങ്ങനെ പഠിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണ അധ്യാപകനില്ല. കുമാരനാശാന്റെ കവിത പഠിപ്പിക്കുന്ന അധ്യാപകൻ തീർച്ചയായിട്ടും കുമാരനാശാന്റെ കവിതയെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം.
എന്താണ് കുമാരനാശാന്റെ കവിതയുടെ പ്രത്യേകത? കുമാരനാശാൻ ജീവിച്ചിരുന്ന സാമൂഹിക പശ്ചാത്തലം എന്തായിരുന്നു? ആശാൻ സ്നേഹഗായകനായിരുന്നു, ആശാൻ ദാർശനികനായിരുന്നു, ആശാൻ കവിതയിൽ സ്ത്രീ പുരുഷ സൗഹൃദത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ആശാൻ വിശ്വമാനവനായിരുന്നു, ആശാൻ സ്നേഹഗായകനായിരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കവിതകൾ കുട്ടിയെ പഠിപ്പിക്കുവാനായിട്ട് അധ്യാപകന് സാധിക്കണം. അധ്യാപകൻ സത്യസന്ധനായിരിക്കണം. തൻ്റെ മൂല്യങ്ങൾ, താൻ ഉൾക്കൊള്ളുന്ന മൂല്യങ്ങൾ തീർച്ചയായിട്ടും അധ്യാപകൻ കുട്ടികളിലേക്ക് പകരാനായിട്ട് അവന് സാധിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ പല അധ്യാപകരും മാതൃകകളായിരുന്നു. ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്, അന്തരിച്ച ആദരണീയനായ നാടകകഥാ സാഹിത്യകാരൻ പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പോലും മാറി ഓടി വരികയുണ്ടായി സുപ്രീം കോടതി ജസ്റ്റിസായിരുന്ന KT തോമസ്. അദ്ദേഹത്തിൻ്റെ പാദപത്മങ്ങളിൽ പൂക്കൾ അർപ്പിച്ച് കണ്ണുനീരോടുകൂടി നിൽക്കുന്ന ആ സുപ്രീം കോടതി ജഡ്ജിയെ ഞങ്ങളൊക്കെ കാണുകയുണ്ടായി. കാരണം ആട്ടക്കഥയുടെ അനന്തമായ വിഹായസിലൂടെ കുട്ടികളെ പിടിച്ചുകൊണ്ടു പോകുവാനായിട്ട് ആ അധ്യാപകന് സാധിച്ചിരുന്നു. നളയരുതം ആട്ടക്കഥയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം മറ്റൊരവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. നളനെയും ദമയന്തിയെയും ഹംസത്തെയും ഒക്കെ CMS കോളേജിലെ മലയാളം ക്ലാസ്സുകളിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത വളരെ കൃത്യമായിരുന്നു. അപ്പൊ തൻ്റെ കുട്ടികൾക്ക് മാതൃകയും മൂല്യങ്ങൾ പകരുന്നവനും സ്വയം ബഹുമാനിക്കപ്പെടുന്നവനും കുട്ടികൾക്ക് ബഹുമാനം കൊടുക്കുന്നവനുമായിരിക്കണം തീർച്ചയായിട്ടും അധ്യാപകൻ. അടുത്തത് TEAC, അടുത്ത കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആത്മവിശ്വാസം പകരുന്നവനായിരിക്കണം അധ്യാപകൻ. കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കണം. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. ഒരിക്കൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവൾ പെൻസിൽ കൊണ്ട് ക്ലാസ്സിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ അസ്വസ്ഥമാണ്. നമ്മൾ വളരെ വിശാലമായ ക്യാൻവാസിൽ നിന്നുകൊണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് പല അധ്യാപകർക്കും അത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കത്തില്ല. അവർ ചിലപ്പോൾ കുട്ടിയെ ചീത്ത പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ വടിയെടുക്കാനായിട്ട് തുനിഞ്ഞെന്നിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ ക്ലാസ് റൂമുകളിൽ അത്രയുള്ള പ്രതിഭാസങ്ങൾ ചെയ്യാൻ പാടില്ല. ഞാൻ മെല്ലെ അവളെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു. മോളെ എന്താണ് പേര്? എൻ്റെ പേര് എന്താണ് സാറേ. എന്താണ് മോള്? സാറ് ക്ലാസ് മുറികളിൽ നമ്മുടെ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളെ പറ്റി പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പെൻസിൽ കൊണ്ട് ക്ലാസ്സിൻ്റെ ബെഞ്ചിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നത്. അത് ശരി. മോളുടെ വീട് എവിടെയാ? എൻ്റെ വീട് ഇടുക്കിയില്ല. ഇപ്പോൾ എവിടെയാ താമസിക്കുന്നത്? ഇപ്പോൾ താമസിക്കുന്നത് കോട്ടയത്താണ്. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, ചേട്ടനുണ്ട്. അമ്മ എന്തെടുക്കുകയാണ്? അമ്മ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അരിപ്പൊടി വിൽക്കുകയാണ് സാറേ. ചേട്ടന് എനിക്ക് വിദ്യാഭ്യാസം തരണം, ചേട്ടന് പഠിക്കണം, അതിനുവേണ്ടി കാറ്ററിങ്ങിന് പോവുകയാണോ സാറേ? ശരി. അച്ഛൻ എന്തിയെ? അച്ഛൻ പൂജപ്പുരയാണ് സാറേ. പൂജപ്പുര എവിടെയാണ്? സെൻട്രൽ ജയിലിലാണ്. എന്താണ് അച്ഛൻ ജയിലിൽ കിടക്കാൻ കാരണം? ഞങ്ങൾ ഇടുക്കിയിൽ തോട്ടം തൊഴിലാളികളായിരുന്നു സാറേ. ആ സമയത്ത് അച്ഛൻ താഴെ പശുവിന് പുല്ലോ മറ്റോ ചെത്താൻ പോയ സമയത്ത് ഒരു ചെറിയൊരു കാറിച്ച കേട്ടു. ഓടി വന്നപ്പോൾ ഏതോ ഒരു വ്യക്തി അമ്മയെ റേപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അത് കണ്ട് അച്ഛൻ കയ്യിലിരുന്ന അരിവ കൊണ്ട് അയാളെ വെട്ടി പരിക്കേൽപ്പിച്ചു. അതിൽ അച്ഛൻ കുറ്റക്കാരനായിട്ട് കോടതി ശിക്ഷിച്ചു. അങ്ങനെ നിയമം കയ്യിലെടുക്കുവാൻ ആർക്കും അവകാശമില്ല. അച്ഛൻ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാമൂഹ്യ പ്രശ്നങ്ങളെ പറ്റിയുള്ള അധ്യാപകന്റെ വിശദീകരണം കേൾക്കുമ്പോൾ, ഇന്നത്തെ സാമൂഹിക പ്രശ്നങ്ങളെ പറ്റിയുള്ള വിലയിരുത്തലുകൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാം. ചില കുട്ടികൾ അത് ആസ്വദിച്ചു കൊണ്ട് ഇരുന്നിരിക്കാം. മറ്റൊരു കുട്ടി എൻ്റെ ക്ലാസ്സിൽ പഠിച്ച തങ്കച്ചൻ എന്ന് പറയുന്ന കുട്ടിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിരിക്കും ക്ലാസ്സിലിരുന്ന്. പക്ഷേ അവനോട് ഞാൻ പറയുകയാണ്, വന്ധ്യം ശമിക്കരിശമെന്നറിവാർന്നൊടുക്കം വിന്ധ്യപ്രഭേദി മുനി സഹ്യനിൽ തപിപ്പാൻ സന്ധ്യർത്തി കുന്നുകളോടെന്ന വിധം കടന്നു സന്ധ്യയ്ക്കു ചണ്ടകിരണം ചരമാദ്രിയിൽ പോയി. എങ്ങനെ ആ കുട്ടിയോട് അത് ചൊല്ലാൻ പറഞ്ഞാൽ 100 പ്രാവശ്യം പറഞ്ഞാൽ അവൻ ചൊല്ലത്തില്ല. കാരണം അവന് വിക്കുണ്ട്.
വിക്കെന്ന് പറയുന്നത് ഒരു രോഗമല്ലെന്നും അത് തീർച്ചയായിട്ടും നമുക്ക് സമൂലമായിട്ടും മാറ്റാവുന്നതാണെന്നും അധ്യാപകന് മനസ്സിലായാൽ മാത്രമേ തീർച്ചയായിട്ടും അധ്യാപകനെ കുട്ടിയെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ക്രമേണ കുട്ടികളോട് ഞാൻ പറഞ്ഞു, ചിരിക്കരുത്, നമുക്ക് തങ്കച്ചനെ കൊണ്ട് പാടിക്കാം. അപ്പോൾ ആ തങ്കച്ചൻ മെല്ലെ മെല്ലെ കവിതകൾ ചൊല്ലാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. ഇന്ന് തങ്കച്ചനെ സ്വന്തമായിട്ട് ബാംഗ്ലൂർ ഒരു ബിസിനസ് നടത്തുകയാണ്. രാവിലെ വിഷുവിൻ്റെ അന്നും തിരുവോണത്തിനും അന്നും ഒക്കെ എന്നെ തങ്കച്ചൻ വിളിക്കാറുണ്ട്. സാറേ, എന്നെ ഓർക്കുന്നുണ്ടോ? എൻ്റെ പേര് തങ്കച്ചനാണ്, ഞാനിപ്പോൾ ബാംഗ്ലൂർ യശ്വന്തപുരയിൽ ഒരു ഷോപ്പ് നടത്തുകയാണ് സാറേ, ഒരു ബിസിനസ് നടത്തുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ കുട്ടികളിലേക്ക് കോൺഫിഡൻസ് കൊടുക്കുവാനായിട്ട് സാധിക്കണം. അതാണ് ഒരു ഉത്തമനായ അധ്യാപകന്റെ കടമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ എച്ചിനെ പറ്റി പറഞ്ഞു. അധ്യാപകൻ സത്യസന്ധനായിരിക്കണം. അധ്യാപകൻ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ബഹുമാനം കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ് സാരം. ഞാനൊരു പ്രാവശ്യം വെള്ളൂര് അടുത്തൊരു സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. അവിടെ ചെല്ലുമ്പോൾ ചൂരൽ വടികൾ കൊണ്ട് ഒരു കവന്ന് കിടക്കുന്ന കുട്ടിയെ അടിക്കാൻ ഒരുമ്പെടുന്ന ഒരു അധ്യാപികയാണ് കാണുന്നത്. പെട്ടെന്ന് ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ, കുട്ടിയെ തല്ലരുത്. പെട്ടെന്ന് തന്നെ കുട്ടിയുടെ അരികിൽ ചെന്നു. അവനോട് ചോദിച്ചു, മോനെ, നീ എന്താണ് കമന്ന് കിടക്കുന്നത്? നീ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ? അവൻ പറഞ്ഞു, സാറേ, ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല. നീ രാവിലെ എന്ത് കഴിച്ചു? രാവിലെ ഒന്നും കഴിച്ചില്ല സാറേ, അമ്മ 6:30 ആയപ്പോൾ തന്നെ കാട് വെട്ടാൻ വേണ്ടി, പുല്ല് വെട്ടാൻ വേണ്ടി പോയി. അപ്പോൾ രാവിലെ ആഹാരം കഴിക്കാത്ത, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാത്ത അതിക്ഷീണിതനായ വിദ്യാർത്ഥിയെ 6ാം പീരീഡ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് അവൻ്റെ നേരെ ചൂരൽ ഓങ്ങുന്നത്. ഇത് അത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഞാൻ അവൻ്റെ ആ ശരീരത്തൊന്ന് തൊട്ടു. ഒരു നടരാജ് പെൻസിലിൻ്റെ വലിപ്പം മാത്രമേ അവൻ്റെ ശരീരത്തിനുള്ളൂ. അത്രമാത്രം ശോഷിച്ച ശരീരമായിരുന്നു ആ വിദ്യാർത്ഥിയുടെ. എൻ്റെ കണ്ണുകൾ ധാരധാരയായി ഒഴുകി. ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് അവനെയും കൂട്ടി ഞങ്ങൾ അടുത്തുള്ള ചായക്കടയിൽ പോയി. അമ്മാവൻ്റെ ചായക്കടയെന്ന് പറയും. ഞങ്ങൾ അവിടെ കയറി ഒരു 3 ദോശ വാങ്ങി അവന് കൊടുത്തു. വാട്ട് ആർ ദ നെസസിറ്റീസ്? ആ കുട്ടി അനുഭവിക്കുന്ന സാമൂഹിക പ്രശ്നം എന്താണ്, ആ കുട്ടിയുടെ വേദനയുടെ കാരണം എന്താണ് എന്ന് തിരിച്ചറിയുകയും അതിന് സൊല്യൂഷൻസ് യഥാർത്ഥത്തിൽ ചെയ്യുകയും ചെയ്യുന്നവനായിരിക്കണം യഥാർത്ഥ അധ്യാപകൻ. അടുത്തത് എന്തുസാസ്റ്റിക്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ സാമർഥ്യമുള്ളവനും വാത്സല്യനിധിയുമായിരിക്കണം. തൻ്റെ വിദ്യാർത്ഥികളിലേക്ക് അറിവ് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ പഠിപ്പിച്ച വിദ്യാലയത്തിൽ ഏതാണ്ട് 20-25 വർഷക്കാലം അവർ കലോത്സവത്തിലെ, കോട്ടയം ജില്ലാ കലോത്സവത്തിലെ, സംസ്ഥാന കലോത്സവത്തിലൊക്കെ നിരന്തരമായി ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നു. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? ഇതൊരു അധ്യാപകന്റെ മാത്രം കഴിവായിരുന്നില്ല. 10-32 അധ്യാപകർ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ 10-40 അധ്യാപകർ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ ഒരു കൂട്ടായ്മയുടെ ഫലമായിരുന്നു. എ ടീച്ചർ ഷുഡ് ബി എ കൗൺസിലർ. ഓരോ കുട്ടിയുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അവൻ്റെ ടാലൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അവൻ്റെ കുടുംബ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുക, അവൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു രക്ഷകർത്താവിൻ്റെ പകരമായിട്ടുള്ള എ ഹോം എവേ ഫ്രം എ ഹോം, ഒരു വീട്ടിൽ നിന്നും അകലെയുള്ള ഒരു വീടായിട്ടുള്ള ഒരു അനുഭൂതി നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കിയാൽ മാത്രമേ കുട്ടികൾക്ക് ഒരു സാമർഥ്യവും കഴിവും ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പല വിദ്യാർത്ഥികൾക്കും നമ്മൾ അറിയില്ലാത്ത കഴിവുകളുണ്ട്. കവിത എഴുതുവാൻ, കഥ എഴുതുവാൻ, അതിന് തക്കതായ പഠന പ്രവർത്തനങ്ങൾ. ഈച്ച് ആൻഡ് എവരി പോർഷൻ ഹാസ് എ പർട്ടിക്കുലർ കരിക്കുലർ ഒബ്ജക്റ്റീവ്. ഏത് പാഠത്തിനും അതിൻ്റെതായ ഒരു പാഠ്യപദ്ധതി ഉദ്ദേശമുണ്ട്. ആ പാഠ്യപദ്ധതി ഉദ്ദേശം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, കുട്ടിയെ ആ ഗോള് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുട്ടിയെ ആ വഴികളിലൂടെ നടത്തുവാൻ കഴിവുള്ള അധ്യാപകൻ, ആ അധ്യാപകനെയാണ് ഇന്ന് പൊതുവിദ്യാഭ്യാസ രംഗം ആവശ്യപ്പെടുന്നത്. അല്ലാതെ ബെല്ലടിച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ ക്ലാസ്സിൽ പ്രവേശിക്കുക, ബെല്ലടിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് തന്നെ ക്ലാസ്സിൽ നിന്നും പോവുക, പ്രയർ നടത്തുന്ന സമയത്ത് ക്ലാസ്സിൽ സന്നിഹിതനാകാതിരിക്കുക, നിരന്തരമായിട്ട് കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കാതിരിക്കുക, അവനിൽ എന്തെങ്കിലും ഭൗതികമോ ആത്മീയമോ സാമ്പത്തികമോ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം അവൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താതിരിക്കുക. ഇപ്രകാരമുള്ള കുറ്റകരമായ അനാസ്ഥയുടെ ഫലമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജീർണത.
ഇത് സ്കൂൾ തലത്തിൽ വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. +2 തലത്തിലും ഒരു പരിധി വരെ നടക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുമ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയാണ്. പല കുട്ടികളും ഡ്രഗ്സിന് അടിമകളാണ്. പല കുട്ടികളും ഇന്റർവെൽ ടൈമിൽ ബാത്റൂമിൽ പോയി പുകവലിച്ചിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. പല കുട്ടികളും മുടി വളരെ അലക്ഷ്യമായിട്ട് വളർത്തി താടിയും വളർത്തിയാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അതൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാമെങ്കിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മൂല്യസങ്കല്പമുണ്ട്, നമുക്കൊരു വിശ്വാസധാരയുണ്ട്, നമുക്കൊക്കെ ഓരോരുത്തരും നമ്മുടേതായ പൊളിറ്റിക്സുകളുണ്ട്. പക്ഷെ എല്ലാ പൊളിറ്റിക്സുകളും പുരോഗമന പ്രസ്ഥാനങ്ങളിലും ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ ആത്യന്തികമായ ലക്ഷ്യം അവരുടെ ഉയർച്ചയായിരിക്കണം. അക്കാദമിക് രംഗത്തെ സാമൂഹിക രംഗത്തെ സജീവമായ ഇടപെടലുകൾ നടത്തുന്നവനായിരിക്കണം ഒരു ഉത്തമനായ അധ്യാപകൻ. 6 റെസ്പെക്റ്റ്. 7 നമ്മൾ റെസ്പെക്റ്റ്ഫുൾ റെസ്പെക്റ്റ് ഉള്ളവനായിരിക്കണം അധ്യാപകൻ. അത് കുട്ടികളോട് ആയിരിക്കട്ടെ, വിദ്യാർത്ഥികളോടായിക്കോട്ടെ, പൊതുസമൂഹത്തോടായിക്കോട്ടെ. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അധ്യാപകൻ കുട്ടികൾക്ക് പിന്തുണ കൊടുക്കുന്നവനും കുട്ടികളെ ബഹുമാനിക്കുന്നവനുമായിരിക്കണം അധ്യാപകൻ. പ്രത്യേകിച്ച് പെൺകുട്ടികളോട് സംബന്ധിച്ച് കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളോട് അധ്യാപകന്റെ കാഴ്ചപ്പാടുകളും വിലയിരുത്തലും വളരെ സമഗ്രമായിരിക്കണം. അവരുടെ ടെൻഷൻസ്, അവരുടെ ശാരീരിക പ്രശ്നങ്ങളെ, അവരനുഭവിക്കുന്ന മറ്റു ബുദ്ധിമുട്ടുകളെ അതൊക്കെ ക്രിയാത്മകമായിട്ട് ഉൾക്കൊള്ളുവാനും പറയുവാനും അധ്യാപകന് സാധിക്കണം. അപ്പോൾ ഇന്നത്തെ ടീച്ചർ എന്നുള്ളതിൻ്റെ ഒരു ഫുൾ ഫോമാണ് ഞാൻ പറഞ്ഞത്. T for thoughtful, E for efficiency, A for accuracy, C for confidence, H for honorable and honest, E for enthusiastic, R for respect and respectful. ഇത്രയും കീപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ ഉയർച്ച ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പുതിയ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് അധ്യാപകനിൽ നിന്നും ആഗ്രഹിക്കുന്നത് കാലഘട്ടത്തിന് അനുസരിച്ച് വിജ്ഞാനദാഹിയായ വിജ്ഞാനം പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു അധ്യാപകനെയാണ് ഇന്ന് കാലഘട്ടത്തിന് ആവശ്യം. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ വരികയാണ്. അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കിയ ആദിമ മനുഷ്യനിൽ നിന്നും ഒരു ഇലക്ട്രിക് സ്വിച്ച് ഉണ്ടാക്കിയാൽ ചന്ദ്രയാനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാനവരാശി വളരുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കാലത്തെ ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്നും നമ്മൾ മാറ്റത്തിൻ്റെതായ അനന്തമായ ശൃംഖലകളിൽ കൂടി കടന്നു വരുവാനായിട്ട് ഓരോ അധ്യാപകനും സാധിക്കണം. ആ ഒരു സെൻസിൽ കുട്ടികളെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുവാനായിട്ടും സാധിക്കണം. അപ്പോൾ കുട്ടികൾ അധ്യാപകരെ ഒരിക്കലും മറക്കത്തില്ല, അധ്യാപകൻ കുട്ടികളെയും മറക്കത്തില്ല. ഓരോ കുട്ടിയെയും പേരെടുത്ത് വിളിക്കുവാനും എടാ സന്തോഷേ, എടി മോളെ അവർണേ എന്നൊക്കെ വിളിക്കുവാനും സാധിക്കുമ്പോൾ അധ്യാപകന്റെ സ്നേഹസമ്പൂർണമായ പെരുമാറ്റത്തിൽ കുട്ടികൾ ആകൃഷ്ടരായി തീരും. അത്തരത്തിലുള്ള ഒരു സജീവമായ പാഠ്യപദ്ധതി ചട്ടക്കൂടും സമീപനവുമാണ് അധ്യാപകർക്ക് വേണ്ടത് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു.